എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പച്ചടിയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് നടുക്കത്തെ ഈ കുരുവിൻ്റെ ഭാഗമില്ലേ അതൊക്കെ മുറിച്ച് മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ദാ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. വെള്ളം കുറവായിരിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ കറിക്ക് നല്ല തിക്നെസ്സും നല്ല ടേസ്റ്റും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ട തേങ്ങയൊക്കെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു മുറി തേങ്ങയും അതുപോലെ 1 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കുമ്പോൾ അതിലേക്ക് പച്ചക്കടുക് ഇട്ട് കൊടുക്കണേ. അതാണ് ഇതിൻ്റെ നമ്മുടെ ആ ഒരു പച്ചടിയുടെ ടേസ്റ്റ് വരുന്നത്. നല്ല രീതിയിൽ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ്. വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മളിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ വേവിച്ച കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇത് അടുപ്പത്ത് വെച്ച് ചൂടാക്കണ്ട. നമ്മൾ വേവിച്ച കഷ്ണത്തിന് നല്ല ചൂടുണ്ടാവുമല്ലോ, ആ ചൂടോടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് തൈരുള്ളത് കൊണ്ട് നമ്മൾ ചൂടാക്കത്തില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം. തൈരിടുന്നതുകൊണ്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഈ മിക്സിയുടെ ജാറിലുള്ളതും വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ വടിച്ചെടുത്താൽ മതി. എന്നിട്ട് വറുത്തിടുക. കടുകും വേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് അതൊക്കെ നമ്മൾ വറയിട്ടിട്ട് ആ ചൂടോടെയുള്ള എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് മൂടി വെച്ചാൽ മതി. വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഒരു സദ്യ സ്പെഷ്യൽ വിഭവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം സദ്യയ്ക്ക് ഒരു പച്ചടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുമ്പളങ്ങ പച്ചടി. വളരെ എളുപ്പത്തിനും വളരെ പെട്ടെന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് കഴിച്ചു നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നല്ല രസമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണേ.